माधवा कृष्ण बिहारी जय राधा माधवा कुंज बिहारी जय गोपी चना वल्लभा गिरिवरधारी जय गोपी चना वल्लभा गिरिवरधारी यशोदानंदन व्रज जनरंजन यशोदा नंदन व्रज जनरंजन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी जयति कृष्ण चैतन्य प्रभु नित्यानंद श्री वैराग्यधाधर श्रीवजारि गौर हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय जय गौरनिताय जय गौरनिताय निताय गौर हरि 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 बोल निताय हरि बोल निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम തത്സത് ഹരേ കൃഷ്ണ മറ്റൊരു ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വിനീതമായ സുസ്വാഗതം എല്ലാവർക്കും എൻ്റെ വിനീതമായ ദണ്ഡ നമസ്കാരം ഹരേ കൃഷ്ണ പൂജ ഇന്ന് നമ്മള് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം അതില് 23-ാമത്തെ ശ്ലോകം योत्स्यमानानवेक्षेऽहं यायतेऽत्र समागताः धर्तराष्ट्रस्य दुर्बुद्धेर्युद्धे प्रियचिकीर्षवा योत्स्यमानानवेक्षेऽहं यायतेऽत्र समागताः धर्तराष्ट्रस्य दुर्बुद्धेर्युद्धे प्रियचिकीर्षवा योत्स्यमानानवेक्षेऽहं यायतेऽत्र समागता ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർയുദ്ധേ പ്രിയ ചികീർഷവ ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിന് ഒരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ. ഭാവാർത്ഥം ശീല പ്രഭുപാദ് കി ജയ്. ദുര്യോധനൻ പിതാവായ ധൃതരാഷ്ട്രന്റെ സഹായത്തോടെ പാണ്ഡവരുടെ രാജ്യം കൈയടക്കാൻ കുടിലതന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെന്നത് ഏവർക്കും അറിയാവുന്ന ഒരു രഹസ്യമത്. അപ്പോൾ അതിനെ കൂട്ടുനിൽക്കുന്നവരും ഒരേ വിധം തൂവലുകളുള്ള പക്ഷികൾ, സമാന ചിന്താഗതികൾ ഉള്ളവർ ആയിരിക്കും. ആരെല്ലാം എന്നറിയാൻ മാത്രമാണ്, അവരുമായി ഒത്തുതീർപ്പുണ്ടാക്കാനല്ല. യുദ്ധകളത്തിൽ വെച്ച് അർജുനൻ ആ യോദ്ധാക്കളെ കാണാൻ ആഗ്രഹിച്ചത് താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിന്റെ
ബലം എത്രയുണ്ടെന്ന് കണക്കാക്കാമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചു. ഓമജ്ഞാനത്തിമിരന്തസ്യ ജനാർദ്ദനശലാകയാ ചക്ഷുരന്മേലിതമനിതം ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതി ജയപതാകസ്വാമിനിജിനാമിനി നമഃ ആചാര്യപതായ നിതായ കൃപർത്തരെ ഗൗരകരാധാമതായ നഗരഗ്രാമധാരിണി നമഃ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്തസ്വാമിനിജിനാമിനി നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवाचार्य गौर भक्तवृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. എല്ലാ ഗുരുക്കന്മാരെയും വന്ദിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അവരുടെയൊക്കെ സഹായവും മേഴ്സിയും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയാനും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. നമ്മളെ ബുദ്ധി കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. യോൽസ്യമാനാം അവേക്ഷാഹം യായതേത്ര സമാഗതം ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികിത്സവ. 23-ാമത്തെ ശ്ലോകം. ധൃതരാഷ്ട്രസ്യ ദുർബുദ്ധേ, അതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദുർബുദ്ധി അല്ലെ, ദുർബുദ്ധി മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കുന്നത് ദുർബുദ്ധിയാണ്, ദുഷ്ടതയാണ്. മറ്റുള്ളവരുടെ സ്വത്തിൽ ഒരാൾ എന്തിനാണ് അതിക്രമിച്ചു കയറുന്നത്? അത് നല്ലതല്ല. തേന ത്യക്വേന ഭുഞ്ചീത മാകൃത ഖസ്യ സിദ്ധാനാം അല്ലെ, ഈശോ മന്ത്രം പറയുന്നത്. ഇതാണ് വേറെ നിർദ്ദേശം. നിങ്ങൾക്ക് നൽകുന്നത് മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. മറ്റുള്ളവരുടെ സ്വത്തിൽ അതിക്രമിച്ച് കയറരുത്. അതൊരിക്കലും ശരിയല്ല. ഇത് സമാധാനപരമാണ്. എല്ലാം കൃഷ്ണന്റേതാണ്. അതിനാൽ കൃഷ്ണൻ നമുക്ക് പ്രസാദമായി നൽകുന്നത് എന്തും ഭഗവാന്റെ അനുഗ്രഹമായി നമ്മൾ അത് സ്വീകരിച്ച് സംതൃപ്തരാകണം. ലോകത്തിലെ സമാധാനത്തിന്റെ അടിസ്ഥാന തത്വമാണ്. എന്നാൽ ആളുകൾക്ക് ആ രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കാത്തതിനാൽ എല്ലാവരും കൂടുതൽ ആഗ്രഹിക്കും, സംതൃപ്തിയില്ല. അതാണ് ദുർബുദ്ധി. ഇപ്പൊ നമ്മൾ ഒരു ചാക്ക് അരിയെടുത്ത് നമ്മൾ വീട്ടിന്റെ ഫ്രണ്ടിൽ വയ്ക്കുകയാണ് അല്ലെ, കിളികൾക്ക് വേണ്ടി വയ്ക്കുകയാണെന്ന് വെച്ചോളൂ. ഒരു ചാക്ക് അരിയുണ്ട്, അതിങ്ങനെ തുറന്നു വെച്ചിരിക്കുക അല്ലെ. അപ്പൊ കിളികൾ എന്താ ചെയ്യാ? കിളികൾ വന്നിട്ട് അതിന്റെ കൊക്കില് ഒതുങ്ങാൻ പറ്റുന്നത് മാത്രം എടുത്തിട്ട് അതിന്റെ വീട്ടിൽ പോയി അല്ലെ. അത് ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാവർക്കും കൊടുത്ത് സന്തോഷമായിട്ടിരിക്കും. പിന്നെ അത് വരുമോ? ഇല്ല. എല്ലാവർക്കും വരുന്നതാണ് അല്ലെ. വേറൊരു കിളി വന്നു, അതുപോലെ കൊക്കി കൊള്ളാവുന്ന എടുത്തിട്ട് പോകും. കിളികളെല്ലാം അങ്ങനെ അല്ലെ. കുറച്ചു കഴിഞ്ഞപ്പോ അതുവഴി ഒരു മനുഷ്യൻ നടന്നു വന്നു. അദ്ദേഹം എന്തായിരിക്കും ചെയ്യുക? അല്ലേ? ഈ ചാക്ക് അതോടെ വരിഞ്ഞ് കെട്ടി ഒരു കയറെടുത്ത് കെട്ടി തലയിൽ വെച്ചിട്ട് ഒരൊറ്റ പോകായി അല്ലെ. അദ്ദേഹത്തിന് ഇന്നത്തേക്ക് മാത്രം പോരാ, ഇനി അടുത്ത 1 വർഷത്തേക്കും കൂടെ വേണം. അതാണ് മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. നമുക്ക് കിട്ടുന്നതുമായിട്ട് നമ്മൾ സംതൃപ്തരായിരിക്കുക എന്നതാണ് വേറെ സംസ്കാരം. ജീവിതത്തിലെ ഏറെ സ്ഥാനത്തും പട്ടിണി കിടക്കേണ്ട കാര്യമല്ല അല്ലെ. നമുക്ക് എല്ലാവർക്കും ഉള്ളതെല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട്. നമുക്കത് മൃഷ്ടാനം കഴിച്ചിട്ട് സന്തോഷമായിട്ട് കഴിയാവുന്നതുള്ളൂ. ആരും പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു കേട്ടിട്ടില്ലേ, വാ കീറിയ ദൈവം അന്നവും തരും അല്ലെ. ഒരു വാ കീറിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള അന്നം ഭഗവാനോട് വച്ചിട്ടുണ്ട്. എല്ലാത്തിലും പേര് വരെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഓരോ അരിയിലും ഗോതമ്പിലും പയറിലും ഒക്കെ നമ്മുടെ പേര്. യെസ്, അതെ പ്രഭു. താങ്ക് യു പ്രഭു. ഹരികൃഷ്ണ അല്ലേ. അപ്പോ നമുക്ക് എത്രയുണ്ടോ, എത്രയാണോ ആവശ്യം, അതെല്ലാം ഭഗവാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കതിൽ വിശ്വാസമില്ല. നാളെ എനിക്ക് ഭഗവാൻ തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചാക്കോട് നമ്മൾ ചുമന്നുകൊണ്ട് പോകുന്നത്. ശാസ്ത്രം അനുസരിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതി കേവലം പരിശ്രമത്തിലൂടെ വികസിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് എന്താണ്? എനിക്ക് ഇത്രേ സാലറി ഉള്ളൂ അല്ലെ, അത് പോരാ, ഇനി ഒരു കാറും കൂടെ വാങ്ങിക്കണം അല്ലെ, ഒരു വീടും കൂടെ വയ്ക്കണം. 2 വീട് ഓൾറെഡി ഉണ്ട്, അത് പോരാ, ഒരു വീടും കൂടെ വയ്ക്കണം.
ഒരു പക്ഷെ അവിടത്തൊക്കെ വെള്ളം കയറിയാലോ വേറൊരു വീടും കൂടെ വേണം. അപ്പൊ അതിനുവേണ്ടി കുറച്ചുകൂടെ കൂടുതൽ വേറെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് നോക്കണം, അല്ലേ? രാത്രി ഉറങ്ങണം. രാത്രി എന്തിനാ കിടന്ന് ഉറങ്ങുന്നത്? അതും കൂടെ ആ സമയം കൂടെ നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാല് കുറച്ചുകൂടെ കാശ് കിട്ടില്ലേ എന്നാണ് നമ്മുടെ മനോഭാവം, അല്ലേ? ഇവിടെ എന്താ പറഞ്ഞ, നമ്മളുടെ സാമ്പത്തിക സ്ഥിതി കേവലം പരിശ്രമത്തിലൂടെ നമുക്ക് വികസിപ്പിക്കാൻ പറ്റില്ല. ഒരു പക്ഷെ പണം വന്നാലും അത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അത് സത്യമാണ്. അത് പ്രകൃതി ശാസ്ത്രമാണ്, പ്രകൃതി സത്യം. സന്തോഷവും ദുരിതവും കലർന്ന ഒരു ഭാഗം നമുക്ക് ഉണ്ടായിരിക്കാൻ വിധിക്കപ്പെട്ടിരിക്കും. അതാണ് സ്വഭാവം, അല്ലെ? ധർമ്മ ധർമാർത്ഥ കാമ മോക്ഷ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, 4-ാമത്തെ സ്കന്ധത്തിൽ. മനുഷ്യ പ്രവർത്തനങ്ങളുടെ 4 തത്വങ്ങളാണ് ഇവ. ആദ്യ തുടക്കം ധർമ്മമാണ്, അല്ലെ? ധർമ്മ അർത്ഥ. ധർമ്മം എന്നാൽ പരമാത്മാവിന്റെ ആജ്ഞകൾ പാലിക്കുക എന്നതാണ്. അതാണ് നമ്മുടെ ധർമ്മം, അല്ലെ? നമ്മുടെ ധർമ്മം എന്താണ്? ഭഗവാനെ സേവിക്കുക, ഭഗവാനെ സന്തോഷിപ്പിക്കുക, ഭഗവാന്റെ ആജ്ഞകൾ അനുസരിക്കുക. അതാണ് നമ്മുടെ ധർമ്മം. അപ്പോൾ ആളുകൾക്ക് പരമാത്മാവ് ആരാണെന്നും ഭഗവാന്റെ ആജ്ഞ എന്താണെന്നും അറിയില്ല. ഏത് തരം മതം എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ ധർമ്മത്തെ മതം, വിശ്വാസം, അമിതമായ വിശ്വാസം മാത്രമായി കാണും. പക്ഷേ അത് ധർമ്മമാണ്, മതമല്ല. ധർമ്മം എന്നാൽ പരമാത്മാവിന്റെ ആജ്ഞകൾ പാലിക്കുക എന്നതാണ്. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. അഗെയിൻ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് 6-ാം സ്കന്ധം. എന്താണ്? ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാനെ പ്രീണിപ്പിക്കുക അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക, അല്ലെ? സന്തോഷിപ്പിക്കുകയാണ് എന്ത്? ധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ ധർമ്മം എന്തുവാണ്? സാക്ഷാത് ഭഗവാനെ സന്തോഷിപ്പിക്കുക. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ധർമ്മത്തിന്റെ അർത്ഥം അതാണ്, ദൈവത്തോടുള്ള അനുസരണം. ദൈവത്തെക്കുറിച്ച് ഒരു സങ്കല്പവുമില്ല. അനുസരണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, അല്ലേ? ദൈവം ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ പിന്നെ ഈ ധർമ്മത്തിനെ കുറിച്ച് എന്ത് പറയാൻ, അല്ലെ? മതത്തിന്റെ ലളിതമായ അർത്ഥം ഇതാ, ദൈവത്തോടുള്ള അനുസരണം. അത്രയേ ഉള്ളൂ. 3 വാക്കുകൾ. ദൈവം പരമോന്നത ഉടമയാണ്. എല്ലാത്തിന്റെയും ഉടമ ആരാണ്? ഈശ്വരനാണ്. പരമേശ്വരനാണ്, കൃഷ്ണനാണ്. പിന്നെയോ അദ്ദേഹം പരിപാലകനുമാണ്. ഭോക്താരാമയജ്ഞ തപസാം സർവലോക മഹേശ്വരൻ, അല്ലേ? എല്ലാ ലോകത്തിന്റെയും മഹേശ്വരൻ. അതിനാൽ നമ്മൾ പരിപാലിക്കപ്പെടുന്നു. അപ്പോ ഭഗവാൻ എന്ത് ചെയ്യുന്നു, അല്ലേ? ഭഗവാൻ നമുക്കൊരു ധർമ്മം തന്നിട്ടുണ്ട്. പിന്നെയോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നു, നമ്മളെ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ നമ്മൾ പരിപാലിക്കപ്പെടുന്നു. ആരാല്? ഭഗവാനാൽ, പ്രകൃതിയാൽ. നമ്മൾ പ്രബലരാണ്, നമ്മൾ സേവകരാണ്, നമ്മൾ ദൈവത്തെ അനുസരിക്കണം. ഇതാണ് മതം. എവിടെയാണ് ബുദ്ധിമുട്ട്? ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നിർഭാഗ്യവശാൽ ദൈവം എന്താണെന്നും ഭഗവാന്റെ കൽപ്പന എന്താണെന്നും മതം എന്താണെന്നും നമുക്ക് ആർക്കും അറിയില്ല, അല്ലെ? അവരോരോന്നിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ലളിതമായ പ്രക്രിയ അവർക്ക് അറിയാത്തതിനാൽ അവരെ ദുർബുദ്ധി എന്ന് വിളിക്കുന്നു. വളരെ ബുദ്ധിമാനല്ല, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അല്ലെ? എന്താണ്? അനുസരണയില്ലാത്തത്. ഭഗവത്ഗീതയിൽ മൂഢൻ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, അല്ലെ? വിമൂഢാത്മാ. മൂഢൻ എന്നാൽ കഴുതകൾ അല്ലെങ്കിൽ ദുഷ്ടൻ, അല്ലെ എന്നാണ് അർത്ഥമാക്കുന്നത്. അവന് സ്വന്തം താല്പര്യങ്ങൾ അറിയില്ല. അവനെ മൂഢൻ അല്ലെങ്കിൽ കഴുത എന്ന് വിളിക്കും. കഴുതയെ പോലെ കഴുത ദിവസം മുഴുവൻ പുറകിൽ, അല്ലെ, ടൺ കണക്കിന് തുണികളാണ് ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. എന്തിനാണ്? അലക്കുകാരൻ, അല്ലെ? ഒരു തുണി കഷ്ണം പോലും അവന്റേതല്ല. ഈ ചുമലിൽ ഇരിക്കുന്ന ഏതെങ്കിലും തുണി അവന്റേതാണോ? അല്ല. അതാണ് കഴുതയെന്നോ, അല്ലെ? അവൻ എന്തിനാ ഇത്രയും കിടന്ന് പാടുപെടുന്നത്? ഒരു കെട്ട് പുല്ലിന് വേണ്ടിയാണ്. അവിടേക്ക് ഇഷ്ടംപോലെ പുല്ലുണ്ട്. അത് മര്യാദയ്ക്ക് തിന്ന് നടക്കാവുന്നേ ഉള്ളൂ. അപ്പുറത്തോട്ട് പോയാൽ മതി, അല്ലേ? ഇഷ്ടംപോലെ പുല്ലുണ്ട്. റോഡ് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പുല്ലുണ്ട്. പക്ഷെ ആ പുല്ലിന് വേണ്ടിയാണ് ഈ ചുമട് മുഴുവൻ ചുമക്കുന്നത് നാട്ടിൽ, അല്ലെ? ഫ്രീ ആയിട്ട് കിട്ടുന്ന പുല്ല്, അല്ലെ? ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നത് അതിനു വേണ്ടി. പക്ഷേ എന്താണ് അവൻ ചിന്തിക്കുന്നത്? ഈ മാന്യൻ അല്ലെങ്കിൽ ഈ അലക്കുകാരൻ എനിക്ക് ഭക്ഷണം തരും, അല്ലെ എന്നാണ് ആ പാവം കഴുതയുടെ ആലോചന. ഇത് അങ്ങോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഒത്തിരി പുല്ല് ഇയാൾ തരും, നല്ല മനുഷ്യനാ, മാന്യനാ എന്നാണ് കഴുത വിചാരിക്കുന്നത്. അത്തരം ഭക്ഷണം എവിടെയും എല്ലായിടത്തും ലഭ്യമാണ്. പക്ഷേ അവൻ അങ്ങനെ ചിന്തിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും. അതിനാൽ കർമ്മികൾ അങ്ങനെയാണ്. നമ്മൾ എല്ലാവരും കർമ്മികളാണ്, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ എല്ലാവരും കർമ്മികളാണ്, അല്ലെ? നമ്മൾ എത്ര ചപ്പാത്തി കഴിക്കും? കൂടിപ്പോയ 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ പോട്ടെ ഒരു 5 ചപ്പാത്തി, അല്ലെ? പക്ഷേ അതിനുവേണ്ടി രാവും പകലും ജോലി ചെയ്യുക, അല്ലെ? അപ്പൊ അവരെന്ത് പറയും?
ഇപ്പോ ഇപ്പൊ ഒരു പക്ഷേ നമ്മള് രാവിലെ ഇങ്ങനെ ഒരു സത്സംഗം കൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ എന്താ അവർ പറയാ? എനിക്ക് സമയമില്ല കേട്ടോ, ഒട്ടും സമയമില്ല, രാവിലെ ജോലിക്ക് പോകണം. ഏഹ് പക്ഷെ 5 ചപ്പാത്തി കഴിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. അല്ലേ? വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണത്. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നതെന്നാണ് പ്രഭുപാദൻ നമ്മളോട് ചോദിക്കുന്നത്. അല്ലെ? ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നത്. അല്ലെ? നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെ? പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. കൂടുതൽ പണം, കൂടുതൽ പണം, അല്ലെ? അതാണ് നമുക്ക് ആവശ്യം. ഏഹ് അപ്പൊ ഭാഗവതം എന്ന് പറയും, അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയും, ഇല്ല ഇല്ല ഇല്ല. അല്ലെ? നമുക്ക് 5 ചപ്പാത്തി തിന്നാനേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ കൂടുതൽ അതിൽ കൂടുതൽ ചപ്പാത്തി വാങ്ങിക്കാനുള്ള കാശ് നമുക്ക് തരത്തില്ല. ഏത് സാഹചര്യത്തിലും നമ്മൾക്ക് അത് ലഭിക്കുകയും ചെയ്യും. സാമ്പത്തിക വികസനത്തിന് തെറ്റായ ധാരണയിൽ നമ്മുടെ സമയം പാഴാക്കണം. അല്ലെ? നമ്മള് കൂടുതൽ നേടാൻ കഴിയില്ല. ഓരോരുത്തർക്ക് വിരിച്ചത് മാത്രം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചെയ്താൽ കിട്ടത്തില്ല, ഇങ്ങനെ ചെയ്താൽ കിട്ടത്തില്ല, ഇങ്ങനെ ചെയ്താൽ കിട്ടത്തില്ല. അല്ലെ? കിട്ടും, പക്ഷെ നമുക്കത് ഉപകരിക്കില്ല. അല്ലെ? കുറെ പൈസ കിട്ടിയിട്ട് വെറുതെ ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മര്യാദയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാല് നമുക്കുള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കഴിയും. നമ്മൾ വെറുതെ സമയം പാഴാക്കും. ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അതിൽ ഏൽക്കുക. അല്ലെ? ഭഗവാൻ സന്തോഷിക്കപ്പെടുമ്പോ നമ്മുടെ എല്ലാ കാര്യവും സന്തോഷമായി നടക്കും. അല്ലെ? നമുക്കൊരിക്കലും കൂടുതൽ നേടാൻ കഴിയും. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കാൻ, അല്ലെ, നമ്മുടെ സമയം വിനിയോഗിക്കും. അതാണ് നമ്മുടെ കാര്യം. പക്ഷെ ആൾക്കാരോട് പറഞ്ഞാൽ അവരത് അംഗീകരിക്കില്ല. അവര് പറയുന്നത് എന്താ? നമ്മൾ വെറുതെ സമയം പാഴാക്കുക. അല്ലെ? അവര് പറയുന്നത് എന്താ? ഈ കൃഷ്ണബോധക്കാര്, അല്ലെങ്കിൽ ഇസ്കോൺകാര്, അല്ലെങ്കിൽ ഹരേ കൃഷ്ണക്കാര്, അവരെന്താ? അയ്യോ, വെറുതെ ജീവിതം പാഴാക്കുകയാണ്. ഏഹ് അവര് എന്തെല്ലാം സുഖസൗകര്യങ്ങൾ ഈ നാട്ടിലുണ്ട്, അതൊന്നും എടുക്കാതെ, അല്ലെ, അവരിത് ഈ സഞ്ചി തൂക്കി വെറുതെ സമയം കളയണം എന്നാണ് അവര് നമ്മളെ കുറിച്ച് പറയുന്നത്. അല്ലെ? അവർക്കറിയില്ല. അവര് വെളിയിൽ, ഈ കുപ്പിയുടെ വെളിയിൽ നിന്നിട്ട് ഈ തേൻ കുപ്പിയുടെ വെളിയിൽ നിന്ന് നക്കിക്കൊണ്ടിരിക്കും. അല്ലെ? അവര് പറയും ഭഗവത്ഗീതയുടെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ വെറുതെ സമയം പാഴാക്കലാണ്. ഉം അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിചാരിക്കും. അതാണ് ദുർബുദ്ധി എന്ന് ഇവിടെ പറയും. അല്ലെ? ഒരു ബുദ്ധിമാനുമല്ല. ബുദ്ധിമാനല്ല, മൂഢന്മാരാണ്, കഴുതകളെ പോലെ ജീവിക്കുന്നവർ. കൃഷ്ണൻ തന്നതിൽ തൃപ്തനായവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഭഗവാൻ കൃഷ്ണൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെ, ഭഗവാൻ എനിക്ക് കൂടുതൽ തരും. ഞാൻ കൃഷ്ണാബോധമുള്ളവനാകട്ടെ, ഞാൻ കൃഷ്ണനെ കുറിച്ച് പഠിക്കട്ടെ, ഞാൻ കൃഷ്ണനെ കുറിച്ച് ജപിക്കട്ടെ, ഞാൻ കൃഷ്ണനെ കുറിച്ച് കേൾക്കട്ടെ, അല്ലെ, എന്റെ കണ്ണുകൾ കൊണ്ട് കൃഷ്ണനെ കാണട്ടെ. ഭഗവാൻ കൃഷ്ണൻ എന്റെ കൈകൾ കൃഷ്ണനെ ആരാധിക്കുന്നതിലും, എന്റെ കൈകൾ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിലും, അല്ലെ, നമ്മുടെ അംബരീഷ് മഹാരാജാണ്, എന്റെ കാലുകൾ ക്ഷേത്രത്തിൽ പോകുന്നതിലും ഏർപ്പെടട്ടെ. ഈ രീതിയിൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും കൃഷ്ണ സേവനത്തിൽ, കൃഷ്ണാപൂരത്തിൽ ഏർപ്പെടുത്തും. അതാണ് നമ്മുടെ യഥാർത്ഥ ബിസിനസ്. അല്ലെ? അപ്പൊ നമുക്ക് വേറൊരു സൈഡ് ബിസിനസ് ഇല്ല എന്നർത്ഥം. നമ്മുടെ ബിസിനസ് എന്താണ്? കൃഷ്ണാവബോധം. സർവം കൃഷ്ണാർപ്പണം അർപ്പണം. അല്ലെ? എന്ത് നമ്മള് എന്താണ് ഭഗവാന് വേണ്ടി അർപ്പിച്ചിരിക്കുന്നത്. അല്ലെ? അതല്ലാതെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, പിന്നെ കുറെ കാലം മുകളിലേക്ക്, കുറെ കാലം താഴേക്ക് കൈമാറ്റം ചെയ്തതിനോട് ജീവാത്മാവ് അലഞ്ഞു നടക്കുകയാണ്. അല്ലെ? ഒരു ശരീരത്തിൽ നിന്ന് മറ്റു ശരീരം, ചിലപ്പോ ഉയർന്ന ശരീരം കിട്ടും, ചിലപ്പോൾ താഴ്ന്ന ശരീരം കിട്ടും, താഴോട്ട് മുകളിലോട്ടൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ചിലപ്പോൾ അവൻ ബ്രഹ്മാവായി പോലും മാറും. ബ്രഹ്മാവ്, ഇന്ദ്രൻ, ചന്ദ്രൻ, അല്ലെ, എല്ലാം ആവാം അവർക്ക്. ഒരു ജീവാത്മാവിനെ ഇവരൊക്കെ ആവാം. ബ്രഹ്മാവാം, ചന്ദ്രനാവാം, ഇന്ദ്രനാവാം. അല്ലെ? പുണ്യകർമ്മങ്ങളിലൂടെ നമ്മുടെ ബ്രഹ്മാവ്, ഇന്ദ്രൻ, ചന്ദ്രൻ, ദേവന്മാർ, വലിയ വലിയ ദേവന്മാർ എന്നീ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. ദുഷ്ടപ്രവർത്തികളിലൂടെ നമുക്ക് മലത്തിലെ പുഴുവായി മാറാൻ കഴിയും. അതാണ് നടക്കുന്നത്. അല്ലെ? ഇതിനെ ബ്രഹ്മദാം ഉപരി അധ എന്ന് വിളിക്കുന്നു. ഉപരി അധ എന്നാൽ താഴേക്ക്, ഉപരി എന്നാൽ മുകളിലേക്ക്. അപ്പോൾ ഊർധ്വം ഗച്ഛന്തി സത്വ. ആരാണ് മുകളിലേക്ക് പോകുന്നത്? മുകളിലെ ഗ്രഹവ്യവസ്ഥ, സത്വസ്ഥ, യോഗ്യതയുള്ള ബ്രാഹ്മണരായവർ, തത്വങ്ങൾ കർശനമായി പാലിക്കുന്നവർ, സത്യ സത്യ സമൂദമ തസ്തിമ ആർജവ ഏവജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവികം. അല്ലെ? ഭഗവത്ഗീതയിൽ പറയുന്നത്. നമ്മൾ ഈ തത്വങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, സത്യസന്ധനാവുക, ശുദ്ധനാവുക, അല്ലെ, അറിവ് നിറഞ്ഞവരാവുക, ശാസ്ത്രത്തിലും ദൈവത്തിലും വിശ്വാസം ഉണ്ടാവുക,
വിജ്ഞാനം ജീവിതത്തിന്റെ അറിവിന്റെ പ്രായോഗിക പ്രയോഗം, അല്ലെ? പ്രാക്ടിക്കൽ നോളജ്. വിജ്ഞാനം വെറുതെ അറിയുന്നത് ഉപയോഗശൂന്യമാണ്, അല്ലെ? വിജ്ഞാനമുണ്ട്, പക്ഷെ അത് വെറുതെ വെച്ചിട്ട് വലിയ ഉപയോഗമുണ്ട്, ഉപയോഗശൂന്യമാണ്. നമ്മൾ ജീവിതത്തിൽ പ്രായോഗികമായി പ്രയോഗിക്കണം. അതിനെയാണ് വിജ്ഞാനം എന്ന് വിളിക്കുന്നത്, അല്ലെ? പ്രായോഗിക പരീക്ഷ. ഇപ്പോ BSc സയൻസ് പഠിക്കുന്നവർ, അല്ലെ, സൈദ്ധാന്തിക അറിവും പ്രായോഗിക അറിവും പാസ്സാവും. അവർക്കൊരു പ്രാക്ടിക്കൽ ഇതില്ലേ, അല്ലെ? അവർക്ക് തിയറി എക്സാമിനേഷൻ ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്. സൈദ്ധാന്തിക അറിവും പ്രായോഗിക അറിവും, അത് രണ്ടും പാസ്സായാലേ അവർക്ക് ആ ഡിഗ്രി കിട്ടത്തുള്ളൂ. ലളിതമായി സൈദ്ധാന്തിക അറിവ്, ഇത്രയും ഹൈഡ്രജൻ ഓക്സിജൻ വെള്ളം ഉണ്ടാക്കും, അല്ലെ? അത് സൈദ്ധാന്തികമാണ്. എന്നാൽ നിങ്ങൾ ഹൈഡ്രജൻ ഓക്സിജൻ വാതകം എന്നിവ കലർത്തി യഥാർത്ഥത്തിൽ വെള്ളം തയ്യാറാക്കുമ്പോൾ, പ്രാക്ടിക്കൽ ആക്കുമ്പോൾ അതിനെ പ്രായോഗികം എന്ന് വിളിക്കും. അതാണ് ശാസ്ത്രം. ശാസ്ത്രം എന്നാൽ സൈദ്ധാന്തികമായ അറിവ് മാത്രം പോരാ, നിരീക്ഷണവും പരീക്ഷണവും പരീക്ഷണാത്മക അറിവും, അതിനെയാണ് വിജ്ഞാനം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഈ അറിവൊക്കെ ഉണ്ടാക്കിയിട്ട് കഥയില്ല, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും, അല്ലെ? നമ്മൾ ഇവിടെ പഠിക്കുന്ന എന്താണ്? സർവം കൃഷ്ണാർപ്പണം അസ്തു, അല്ലെ? എല്ലാം നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചിരിക്കുന്നു. നമ്മൾ അർപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക, അതാണ് പ്രാക്ടിക്കലായിട്ട്, അല്ലെ? അതല്ലാതെ ഈ പറച്ചിൽ മാത്രമാണെങ്കിൽ ദർ ഇസ് നോ യൂസ്, അതുകൊണ്ട് യാതൊരു ഉപയോഗമില്ല, അല്ലെ? ആ ജ്ഞാനം വിജ്ഞാനമാവില്ല. അതിനാൽ പ്രായോഗിക അറിവിലൂടെ നമുക്ക് ദൈവത്തെ നന്നായി പരിചയപ്പെടണം. അതാണ് ബ്രാഹ്മണന്റെ കാര്യം. അതിനാൽ സത്വസ്ഥാ ബ്രാഹ്മണ, തത്വങ്ങൾ കർശനമായി പാലിക്കുന്നവർ ഉയർന്ന ഗ്രഹവ്യവസ്ഥയിൽ സ്ഥിതി ചെയ്യും. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ. എന്നാൽ ഒരു വൈഷ്ണവൻ ഇവയ്ക്ക് മുകളില്. മധ്യാജിനോ യാന്തിമാം. ഉയർന്ന ഗ്രഹവ്യവസ്ഥയെ ലക്ഷ്യമാക്കി ഈ തത്വങ്ങൾ പിന്തുടരുന്നവർക്ക് ഉയർന്ന നിലയിലേക്ക് പോകാം. അതുപോലെ വീട്ടിലേക്കും കൃഷ്ണനിലേക്കും മടങ്ങാൻ, ഭഗവാന്റെ ധാമത്തിലേക്ക് മടങ്ങാൻ, നമ്മൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നവർക്കും പോകും. അതത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളൊരു അല്പം, അല്ലെ, എന്താണ്, ശ്രമം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കൃഷ്ണാബോധ പ്രസ്ഥാനമായ ഈ പ്രക്രിയ ആളുകളെ തിരികെ കൃഷ്ണനിലേക്ക്, ശ്രീകൃഷ്ണനിലേക്ക് പോകാൻ സഹായിക്കുക എന്നതാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്തുകൊണ്ട് ഇത് ബുദ്ധിമുട്ടാണ്? ഭഗവാൻ പറയുന്നു, ജന്മ കർമ്മ ദിവ്യം ജോ ജാനാതി തത്വത. കൃഷ്ണനെ സത്യത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവ്യക്തമായിട്ടില്ല. കൃഷ്ണനാണ് പരമപുരുഷൻ. നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് കൃഷ്ണനെ അംഗീകരിക്കുന്നില്ല? അദ്ദേഹം പറയുന്നു, ശാസ്ത്രം പറയുന്നു, ആചാര്യന്മാർ പറയുന്നു, വ്യാസദേവർ പറഞ്ഞിട്ടുണ്ട്, നാരദർ പറയുന്നു, അല്ലെ? നമ്മുടെ ഗുരുക്കന്മാര് പറഞ്ഞിട്ടുണ്ട്, ശിക്ഷാ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ദീക്ഷാ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല നമ്മള്? എന്തുകൊണ്ട് നീ അന്യദൈവത്തെ അന്വേഷിക്കുന്നു? അല്ലെ? ഇതാ ദൈവം, പേര്, മേൽവിലാസം എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ, അല്ലെ? അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വേദങ്ങളുടെ അംഗീകൃത പ്രസ്താവന. അപ്പോൾ കൃഷ്ണനെ മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പക്ഷേ ഈ ദുഷ്ടന്മാര് അത് സ്വീകരിക്കില്ല, അല്ലെ? ധർമ്മരാഷ്ട്രസ്യ ദുർബുദ്ധേ, അങ്ങനെയുള്ള ആൾക്കാർ. സ്ഥിരോത്സാഹം. എന്തുകൊണ്ടാണ് കൃഷ്ണനെ സ്വീകരിക്കാൻ കഴിയുക? എനിക്ക് ഒരു ദൈവമുണ്ട്, അല്ലെ? അത് നമ്മൾ നിർമ്മിച്ചതാണ് ആ ദൈവം എന്ന് പറയുന്നത്, അല്ലെ? അത് ശരിക്കും ദൗർഭാഗ്യമാണ്. ദുർബുദ്ധി, അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ബുദ്ധി. ഭഗവത്ഗീതയിൽ അത് പറഞ്ഞിരിക്കുന്നു, നമാം ദുഷ്കൃതിനോ മൂഢ പ്രബുദ്ധ്യന്തേ നരാധമാ. അല്ലെ? ഭഗവാൻ വളരെ കഠിനമായിട്ടുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. നരാധമ, കൃഷ്ണന് കീഴടങ്ങാത്ത വ്യക്തികളുടെ യോഗ്യതകളാണ്. ആരൊക്കെയാണ്? അവരുടെ പേരെന്താണ്? അവരുടെ യോഗ്യതകൾ എന്താണ്? ദുഷ്ടന്മാരാണ്, പാപികളാണ്, മൂഢന്മാരാണ്, കഴുതകളാണ്, നരാധമന്മാരാണ്. മനുഷ്യരാശിയുടെ ഏറ്റവും താഴ്ന്ന, അതാണ് നരാധം. ഇവയാണ് യോഗ്യതകൾ, അല്ലെ? അതിനാൽ അവരെല്ലാം ദുർബുദ്ധികളാണ്. ആരൊക്കെയാണ് അവര്? ഭഗവാന് കീഴടങ്ങാത്ത ആൾക്കാർ. ഭഗവാന് കീഴടങ്ങാത്ത ഓരോ വ്യക്തിക്കും ഉള്ള ക്വാളിറ്റീസ് ആണ് ഈ പറഞ്ഞത്, അല്ലെ? ഇനി അതിനേക്കാൾ താഴോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. മനുഷ്യ ജീവിതം എന്നത് അർത്ഥമാക്കുന്നത് ഭഗവാനെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. നമുക്ക് എന്തിനായി മനുഷ്യ ജീവിതം തന്ന്? ഓടാനും കൂടി പല 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 സ്പീഷീസിലൂടെ ജന്മം എടുത്തതിന് ശേഷം നമുക്ക് വളരെ, അല്ലെ, വളരെ അപൂർവമായിട്ട് ദുർലഭമായി കിട്ടുന്ന ഒരു കാര്യമാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. ആ മനുഷ്യജന്മം എന്തിനാ? ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഭഗവാന്റെ നാമത്തിലേക്ക് തിരിച്ചു പോകാനും വേണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരുപാട് പുണ്യം ചെയ്താലേ നമുക്കൊരു മനുഷ്യജന്മം കിട്ടത്തുള്ളൂ, അല്ലെ? അതിലും ഒരുപാട് പുണ്യം ചെയ്താലേ നമ്മള് ഇന്ത്യയിൽ ജനിക്കുള്ളൂ, അല്ലെ? അതിലും ഒരുപാട് പുണ്യം ചെയ്താലേ നമ്മൾ കേരളത്തിൽ ജനിക്കും, ഇല്ലേ? അല്ലെ? നമ്മളെല്ലാവരും കേരളത്തിൽ ജനിച്ചവരാണ്, അപ്പൊ എത്രയോ പുണ്യം ചെയ്തവരാണ്. ഇന്ത്യയിലെ ആൾക്കാരെ ചില രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാല് ഇന്ത്യയിലെ ഒരു പൗരനെ അവൻ
ഭഗവാന്റെ ഭക്തനാണോ അല്ലയോ എന്നുള്ളത് പോലും അവർ നോക്കത്തില്ല. ഒരു ഇന്ത്യൻ പൗരനെ കണ്ടാല് അവർക്ക് ഈശ്വരനെ കണ്ടതുപോലെയാണ്. കാര്യം എന്താണ്? നമ്മളെല്ലാവരും അത്രയും ഭാഗ്യം ചെയ്തവരാണെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, മറ്റുള്ള രാജ്യക്കാർ. കണ്ടോ? അപ്പോ ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം ഭാഗ്യവാന്മാരാണ് നമ്മൾ ആലോചിക്കണം, അല്ലേ? നമുക്കാണെങ്കിലോ, ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വല്ലായ്മ. ഒരിക്കലും പാടില്ല. ഇന്ത്യ പോലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു രാജ്യം വേറെയില്ല, അല്ലേ? അത് നമ്മൾ അതിന്റെ വിശകലനം ചെയ്താലേ അറിയാൻ പറ്റൂ. പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇന്ത്യയെ കണക്കാക്കരുത്, ഇന്ത്യയെ താരതമ്യപ്പെടുത്തരുത്, ഇന്ത്യയെ വില വയ്ക്കരുത്, അല്ലെ? അത് എൻറ്റോർലി ഡിഫറെന്റ് ആണ്. ഇവിടെ ഒരു സനാതന ധർമ്മവും, അല്ലെ? അത് ഭയങ്കര ശക്തിയാണ്. ഇനി ആരൊക്കെ നശിപ്പിക്കാൻ തുടങ്ങിയാലും വിചാരിച്ചാലും നടക്ക മാട്ടം, അല്ലെ? ആ സനാതന ധർമ്മത്തെ ഒരിക്കലും തച്ചുടയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന സ്വത്തിന്റെ, സനാതന സ്വത്തിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വത്തിന്റെ ഏതാണ്ട് ഒരു 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 എന്താ പറയാ, ഒരു 20% നമുക്കിപ്പോ ഉള്ളൂ. ബാക്കിയെല്ലാം പലരായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു. മതി, നമുക്കത് ധാരാളം മതി. പ്രഭുപാദ് പറയുന്നത് ഒരു ഭാഗവതമെങ്കിലും ഈ ലോകത്ത് ബാക്കിയുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്നാ പറയും. ബാക്കി എല്ലാവരും എടുത്ത് നശിപ്പിച്ചോട്ടെ, കുഴപ്പമില്ല. ഒരു ഭാഗവതം മതി എന്നാ പറയും. അതാണ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോ അല്ലെ, ഒരു ഭഗവത്ഗീത ഉണ്ടെങ്കിൽ, അല്ലെ, ഒരു ഭാഗവതവും ഒരു ഭഗവത്ഗീത ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. നമ്മുടെ മാനുവൽസ് എല്ലാം റെഡിയാണ്. ഹരി ഹരി വിഫലേ ജന്മഗുണായിനു മനുഷ്യ ജന്മപായ രാധാ കൃഷ്ണന ഭജിയ ജനിയ ശൂന്യ വിഷമയ. ഇത് നരോത്തമദാസ് ഠാക്കൂറുടെ ഗാനമാണ്, കീർത്തനമാണ്. ഭഗവാനെ മനസ്സിലാക്കാൻ, കൃഷ്ണനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആർക്കും, അല്ലെ, അവനെ ആരാധിക്കുന്നതിന്റെ, ഭഗവാനെ ആരാധിക്കുന്നതിനെ കുറിച്ചും, അല്ലെ, ഭഗവാന് സേവനം നൽകുന്നതിനെ കുറിച്ചും എന്തു പറയാം? ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നതിലൂടെ ഒരാൾ മുക്തനാകുന്നു എന്നാണ്. എന്താണ് അവിടെ പറഞ്ഞത്? അറിയാൻ ശ്രമിക്കുന്നതിലൂടെ, അറിഞ്ഞില്ല, ശ്രമിച്ചതേ ഉള്ളൂ എന്നാണ്, അല്ലേ? അപ്പൊ അദ്ദേഹം മുക്തനാവുകയാണ്, ഒന്ന് ശ്രമിച്ചതേ ഉള്ളൂ. ശ്രമിച്ചുകൊണ്ട് മാത്രം, പൂർണ്ണമായിട്ടല്ല, അപൂർണമായി പോലും ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനാൽ ആ പ്രവൃത്തി തന്നെ അവനെ മുക്തനാക്കും, ഒരു മനുഷ്യന് മുക്തനാക്കും, അല്ലേ? ഭഗവാനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പോലും, അല്ലേ, അത്രയും മഹാനാണ് ഭഗവാൻ, അത്രയും കൃപാലുവാണ് ഭഗവാൻ, പരിധിയില്ലാത്തവനാണ്. നമുക്ക് എങ്ങനെ കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയും? ഭഗവാൻ സ്വയം മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ, അല്ലെ, അനന്തനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ യഥാർത്ഥത്തിൽ അതാണ് വസ്തുത. നമുക്ക് കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മൾ അത്രയധികം സ്വീകരിച്ചാൽ നമ്മൾ ഉടൻ തന്നെ ഭഗവത്ഗീതയിലേക്ക്, വീട്ടിലേക്കുള്ള തിരിച്ചുപോക്കിന് യോഗ്യരാകും, അല്ലെ? ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകുന്നത് നമുക്ക് യോഗ്യത ഉണ്ടാവുന്ന. ലളിതമായി പറഞ്ഞാൽ ജന്മകർമ്മമേ ദിവ്യം അമേ ജീവ്യം യോ ജനാതി തത്വത എന്നാൽ സത്യത്തിൽ എന്നാണ്, അല്ലെ? അതാണ് തത്വത, അല്ലെ? സിദ്ധന്മാർ പോലും, അല്ലെ പൂർണ്ണരാവാൻ ശ്രമിക്കുന്ന കാര്യമാണ്. മനുഷ്യാനാം സഹസ്രേഷു കച്ചിത് യദതി സിദ്ധയേ യദാമപി സിദ്ധാനാം കശ്ചിൻ വേത്തി മാം തത്വ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, അല്ലെ? ഏഴാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം. സിദ്ധനാണെങ്കിൽ പോലും പരിപൂർണത ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പൂർണ്ണത എന്നാൽ ആത്മീയമായി പൂർണ്ണമല്ല, ഭൗതികമായി പൂർണ്ണത എന്നതാണ് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ആത്മീയമായി പോലും ഭാഗികമായി പൂർണ്ണത. ബ്രഹ്മജ്ഞാനികൾ അവർ ഭാഗികമായി പൂർണ്ണരാണ്. പരമാത്മജ്ഞാനികൾ, യോഗികൾ, അവരും ഭാഗികമായി പൂർണ്ണവരാണ്, പൂർണ്ണമായും പൂർണ്ണമല്ല, അല്ലെ? ഭക്തരാണെങ്കിലോ പൂർണ്ണമായും പൂർണ്ണരാണ്. അതാണ് ഭഗവാന്റെ ഭക്തനും മറ്റുള്ള ഭക്തനും തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്താണ്, സിദ്ധനായിക്കോട്ടെ, അല്ലെ, വലിയ വലിയ യോഗികളായിക്കോട്ടെ, അവരാരും ഒരു ഭക്തന്റെ അടുത്തേക്ക് തുല്യമായിട്ട് വരില്ല, അല്ലെ? ഭക്തർ മാത്രമാണ്, അവർ പൂർണ്ണമായും പൂർണ്ണരാണ്. മറ്റുള്ളവർ, ജ്ഞാനികൾ, യോഗികൾ, അതെല്ലാം അവരാരും തന്നെ പൂർണ്ണത ആർജിച്ചവരല്ല, അവർ പൂർണ്ണരാവാൻ ശ്രമിക്കുന്നവരാണ്. കർമ്മികൾ അവര് ദുഷ്ടന്മാരാണ്. ജ്ഞാനികൾ അവർ ഭാഗികമായി പൂർണ്ണരാണ്. കാരണം അവർക്ക് പരമപുരുഷനായ ബ്രഹ്മജ്ഞാനത്തിന്റെ നിത്യഭാഗം മനസ്സിലാക്കുക, അതാണ് നിത്യഭാഗം. പരമാത്മജ്ഞാനം എന്നത് സിദ്ധാംശം, അറിവ്, അല്ലെങ്കിൽ വ്യക്തിപരമായി ദൈവത്തെ 4 കൈകളുള്ള വിഷ്ണുവായി കാണുന്നതാണ്. അതിനാൽ അതും പൂർണ്ണമായ അറിവാണ്. അപൂർണമായ അറിവ് ഭഗവാൻ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അറിയുമ്പോൾ പൂർണ്ണമായ അറിവ് ഉണ്ടാകും, അല്ലെ? എന്താണ് പൂർണ്ണമായ അറിവ് എന്ന് പറഞ്ഞാൽ?
ഈശ്വര പരമ കൃഷ്ണ സച്ചിത് ആനന്ദ വിഗ്രഹ. അതാണ് പൂർണ്ണമായ അറിവ്. കാരണം വ്യക്തിപരമായ ദൈവത്തെക്കുറിച്ചുള്ള ധാരണയിലേക്ക് വരുമ്പോൾ ആനന്ദമുണ്ട്, അല്ലെ? നമുക്കിപ്പോ ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തുമാത്രം ആനന്ദമാണ് ഉണ്ടാവുക, അല്ലെ? എന്തൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെല്ലാം വിഷമങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുമ്പോൾ, അല്ലെ, നമുക്ക് എന്ത് മനസ്സമാധാനമാണ് ഉണ്ടാവുക, അല്ലെ? എന്തൊരു കുളിർമയാണ് ആ മനസ്സിലുണ്ടാവുക. എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും, ഓടി. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്? വ്യക്തിപരമായ ഭഗവാനെ കുറിച്ചിട്ടുള്ള ധാരണയിലേക്ക് വരുമ്പോൾ അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ട്? ആനന്ദമുണ്ട്. മറ്റ് സവിശേഷതകളിൽ ആനന്ദമില്ല. നിത്യതയുണ്ട്, അറിവുണ്ട്, പക്ഷെ ആനന്ദമില്ല. ആനന്ദമയോ അഭ്യാസം നല്ല പറയുന്നത്, അല്ലെ? വേദാന്ത സൂത്രം പറയുന്നത് അതാണ്. വേദാന്ത സൂത്രം ഒന്ന്, സ്വഭാവത്തിൽ ആനന്ദമയം. നമ്മൾ ആനന്ദം തേടുന്നു. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആനന്ദം തേടി നടക്കുന്ന ആൾക്കാർ. പക്ഷെ എവിടെ നിന്ന് ആനന്ദം ലഭിക്കുമെന്ന് നമുക്കറിയില്ല, അല്ലെ? അതിനാണ് ഓരോരുത്തരും മാംസം കഴിച്ചും വീഞ്ഞ് കഴിച്ചും, അല്ല വീഞ്ഞു കുടിച്ചും ലൈംഗികത താല്പര്യങ്ങളിലൂടെയും ഈ ഭൗതിക ലോകത്ത് ആനന്ദം തേടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അവർ ആനന്ദം നേടാൻ ശ്രമിക്കുന്നു. അത് ആനന്ദമാണോ? ആനന്ദമല്ല, അല്ലെ? അതൊന്നും ആനന്ദമല്ല. നേരെ മറിച്ച് ഭഗവാന്റെ നാമം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ആനന്ദം എന്ന് പറയുന്നത്. മറ്റതെല്ലാം എന്താണ്? നൈമിഷികമാണ്, അല്ലെങ്കിൽ താൽക്കാലികം, നിലനിൽക്കില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോവും, അല്ലെ? ആ ആനന്ദം പോയി വിഷമം വരും. നേരെ മറിച്ച് ഭഗവാന്റെ നാമം പറഞ്ഞു കഴിഞ്ഞാലോ ആ ആനന്ദം ഉള്ള പോലെ നിലനിൽക്കുന്നതാണ്, അല്ലെ? മറ്റുള്ള ആനന്ദങ്ങളൊക്കെ മിന്നി മറയുന്നവരാണ്, കുറച്ച് മിനിറ്റിലേക്ക് മാത്രം, അല്ലെ? അത് ആനന്ദമല്ല, അല്ലെ? ആ യഥാർത്ഥ ആനന്ദം എന്താണ്? ബ്രഹ്മസുഖം. ആ ആനന്ദം ഇതാണ് പരമ ബ്രഹ്മവുമായി, അല്ലെ, കൂടിച്ചേരുമ്പോഴാണ് ബ്രഹ്മസൗഖ്യം അനന്തം. അതാണ് ആനന്ദം, പരിധിയില്ലാത്ത ആനന്ദം. അതിനാൽ രമന്തേ യോഗിന അനന്തേ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ യോഗികളായവർ, ഭക്തിയോഗികൾ, വ്യത്യസ്ത തരം യോഗികളുണ്ട്. അതിനാൽ അവർ രമന്തേ ആസ്വദിക്കുന്നു. രമന്തേ യോഗിന ആനന്ദേ. ആനന്ദനോടൊപ്പം പരിധിയില്ലാത്ത, ഭഗവാനോടൊപ്പം പരിധിയില്ലാത്ത. കൃഷ്ണൻ പരിധിയില്ലാത്തവൻ. നമ്മള് കൃഷ്ണനോടൊപ്പം ഭഗവാന്റെ രസത്തിൽ ഗോപികമാരായി നൃത്തം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗോപാലകനായ ബാലനായി നൃത്തം ചെയ്യുമ്പോൾ, അല്ലെ, ഭഗവാനോടൊപ്പം കളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാന്റെ അച്ഛനും അമ്മയും ആകുമ്പോൾ, യശോദ നന്ദ മഹാരാജ്, അല്ലെ, യശോദ റാണി, അല്ലെങ്കിൽ ഭഗവാന്റെ ദാസനാകുമ്പോൾ, അല്ലെങ്കിൽ എന്താണ്, വെറും വെള്ളം യമുനയാവുമ്പോ, വൃന്ദാവനത്തിലെ ഭൂമി, അല്ലെ, മരങ്ങളാവുമ്പോ, അവിടുത്തെ പഴങ്ങളാവുമ്പോ, പൂക്കളാവുമ്പോ, ഏതെങ്കിലും വിധത്തിൽ പശുക്കൾ, കന്നുകാലികൾ, അല്ലെ, എന്നിവയെ പോലെയാകുക. അപ്പൊ നമുക്ക് സദാ ഭഗവാനോടൊപ്പം കളിച്ചു നടക്കാം, കൃഷ്ണനോടൊപ്പം നമുക്ക് ചേരാൻ പറ്റും. അപ്പോൾ നമുക്ക് ആനന്ദം കിട്ടും, യഥാർത്ഥ ആനന്ദം. അതാണ് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? വേദാന്ത സൂത്രത്തിൽ പറയുന്നത് എന്താണ്? ആനന്ദമയോ അഭ്യാസം സച്ചിത് ആനന്ദ വിഗ്രഹ. എല്ലാ ഭാഗവതങ്ങളിലും ഭഗവാന്റെ സഹകാരികൾ ജീവിതം എങ്ങനെ ആസ്വദിക്കുന്നു എന്നതിന്റെ വിവരണം അതാണ്, അല്ലെ? ഇപ്പോ വൃന്ദാവനത്തിലൊക്കെ ഗോപാലന്മാരുണ്ട്, ഗോപികമാരുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം വന്നാലും ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്, അദ്ദേഹം എല്ലാം റെഡിയായി, അല്ലെ? അവനെല്ലാം ശരിയായിക്കോളും എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് അവരിങ്ങനെ ബ്ലിസ് ആയിട്ട് പഴങ്ങളൊക്കെ കഴിച്ച, ആഹാരങ്ങളൊക്കെ കഴിച്ച, അല്ലെ, പശുക്കളെയൊക്കെ മേച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ കഴിയുക. യാതൊരു വിഷമവും ഇല്ല, അല്ലെ? അവർക്ക് നാളത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തെ കുറിച്ചോ വൈകിട്ടത്തെ കുറിച്ചോ ഒരു വിഷമം വിചാരിക്കേണ്ട. കാര്യം എന്താണ്? ഒരാൾ കൂടെ തന്നെയുണ്ട് ഇതെല്ലാം റെഡിയാക്കി തരാനായി. അവർക്ക് അത്രയും വിശ്വാസമാണ്. ഭഗവാനായിട്ടല്ല വിശ്വസിക്കുന്നത്, ഒരു കൂട്ടുകാരനായിട്ടാണ് വിശ്വസിക്കുന്നത്, അല്ലെ? പക്ഷെ എന്നാൽ പോലും അവരുടെ മനസ്സ് എന്താണ്? ഒരു പ്രശ്നമില്ല, വളരെ ഹാപ്പിയാണ്, ബ്ലിസ്ഫുൾ ആണ്. ഇപ്പോഴും നമ്മള് എന്താണ് വൃന്ദാവനത്തില് പോയി അവരെ പോയി കണ്ടാല്, അല്ലെ, അവരിപ്പോഴും ഏതാണ്ട് അതുപോലെയൊക്കെയാണ് ജീവിക്കുന്നത്. ഒരു അങ്കലാപ്പും ഇല്ല, ഒരു വിഷമവും ഇല്ല, ആരോടും ദേഷ്യവും ഇല്ല. നമ്മളിപ്പോ അവിടെ എന്തെങ്കിലും പോയി കഴിഞ്ഞാലും, അല്ലെ, നമ്മൾ പോയി വെള്ളം ചോദിച്ചാൽ അവർ മോരെടുത്ത് തരും, അല്ലെ, എന്തെങ്കിലും ഉടനെ അവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ട് തരും. അവർക്കൊരു പ്രശ്നവുമില്ല. അവര് ഇന്നും വളരെ ബ്ലിസ് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കും. യാതൊരു അങ്കലാപ്പും. നാളെ എന്ത് സംഭവിക്കും, ഇവിടെ വെള്ളപ്പൊക്കം വരുമോ, അല്ലെങ്കിൽ വെയിൽ വരുമോ? ഏയ്, ഇതൊക്കെ വരും പോവും, ഭഗവാൻ ഉണ്ട് അവിടെ, ഇല്ലേ? അവർക്ക് ഇപ്പോഴും ഭഗവാൻ അവിടെ ഉണ്ട്. എന്താണ് വൃന്ദാവനത്തിലുള്ള ആൾക്കാർ അവരെ പോയി കണ്ടിട്ടുണ്ടോ? എന്താ സുഖം എന്ന് അറിയോ?
കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവര് വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പൊടിയും ചാണവും എല്ലാം ഉണ്ടാവും, പക്ഷെ അവര് വളരെ ഹാപ്പിയാണ്, വളരെ ബ്ലിസ് ആയിട്ടാണ്. ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ലേ. നമ്മളെ പോലെയുള്ള മടയന്മാരും മണ്ടന്മാരൊക്കെ നടക്കുമ്പോൾ അവര് ഈ വെള്ളം തളർന്നു പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വെള്ളം തരാനായിട്ട് അവിടെ ഫ്രണ്ടില് വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ എടുത്ത് ഒഴിച്ചുകൊണ്ട് തരും. കാര്യം എന്താണ്? ഭഗവാനെ അന്വേഷിച്ച് വന്നവരല്ലേ, അവർ ഇതങ്ങൾ കുറിച്ച് ജീവിച്ചിട്ടാണ്. അത്രയ്ക്ക് നല്ല ആൾക്കാരാണ് അവിടെ. ഭഗവാൻ അല്ല ഭഗവാൻ ശുഗദേവ ഗോസ്വാമി എന്താ പറഞ്ഞു? കൃഷ്ണനോടൊപ്പം കളിക്കുന്ന ഈ ആൺകുട്ടികൾ, അവർ സാധാരണ ആൺകുട്ടികളല്ല. കൃത പുണ്യ പുണ്യ, അവർ ദശലക്ഷക്കണക്കിന് ട്രില്യൺ ജന്മങ്ങൾക്കായി പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാനോടൊപ്പം കളിക്കാൻ പറ്റിയതെന്നാണ് അല്ലെ. നമ്മള് ഈ കാണുന്ന ഗോപാലന്മാരൊന്നും ചെറിയ ആൾക്കാരല്ല, വെറും ഗോപാലന്മാരല്ല. അവര് ട്രില്യൺ കണക്കിന് ജന്മങ്ങള് പുണ്യങ്ങൾ ആർജിച്ചതിന് ശേഷമാണ് അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതാണ് അല്ലേ. അതുകൊണ്ടാണ് അവരിപ്പോഴ് കൃഷ്ണനുമായി കളിക്കുന്നത്. അപ്പോൾ ആ അവസരം ഭക്തിയോഗത്തിലുണ്ട് അല്ലെ. ഭഗവാൻ കൃഷ്ണൻ നമ്മളെ തിരികെ കൊണ്ടുപോകാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുക. എന്തിനാണ് നമ്മൾ സമയം പാഴാക്കുന്നത്? സാമ്പത്തിക വികസനം അന്വേഷിച്ച് നടക്കുന്നത് അല്ലെ. നമ്മൾ എന്ത് സാമ്പത്തിക വികസനം ചെയ്യും? നമുക്ക് വിധിക്കപ്പെട്ടതിൽ കൂടുതൽ നമുക്ക് ലഭിക്കും, അത് സാധ്യമല്ല. എങ്കിൽ എല്ലാവരും വലിയ മനുഷ്യരും വലിയവരും വിദ്യാസമ്പന്നരും വളരെ സുന്ദരന്മാരും ആകുമായിരുന്നു. സാമ്പത്തികം, പുണ്യപ്രവർത്തനത്തിന്റെ ഫലങ്ങൾ, നല്ല ഐശ്വര്യം നേടുക എന്നതാണ്. ജന്മൈശ്വര്യ ശ്രുതശ്രീ, വളരെ ഉയർന്ന കുടുംബത്തിൽ ജനനം, ജന്മം ഐശ്വര്യം അല്ലെ. സമ്പത്ത്, വിദ്യാഭ്യാസം, ശ്രുത എന്നാൽ വിദ്യാഭ്യാസം, ഉയർന്ന പണ്ഡിതന്മാർ അല്ലെ. ഇവ പുണ്യപ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ. നമുക്ക് നല്ല കുടുംബം ലഭിക്കും, നമുക്ക് നല്ല കുടുംബത്തിൽ ജനിക്കാൻ പറ്റും. സമ്പന്നരായ കുടുംബത്തിൽ ഐശ്വര്യം, നമുക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കും, നമ്മൾ വളരെ സുന്ദരന്മാരാവും അല്ലെ. പുണ്യപ്രവർത്തനങ്ങളുടെ ഫലങ്ങളാണ്. അതുകൊണ്ട് ദുഷ്ടപ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ വിപരീതം. ഇപ്പൊ നമ്മൾ ആരെങ്കിലും കണ്ടിട്ട് ഭയങ്കര സുന്ദരികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സുന്ദരന്മാരായിട്ടുള്ള ആൾക്കാര് അല്ലെ, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ വിചാരിക്കും, അവരോട് അസൂയ തോന്നുകയല്ല വേണ്ട. പിന്നെ നമ്മൾ വിചാരിക്കണം, ഇവരൊക്കെ എത്രയോ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ടാവണം, അവർക്ക് ഈ സൗഭാഗ്യം ഇപ്പൊ അനുഭവിക്കാനാണ് അല്ലെ എന്ന് വേണം നമ്മൾ കരുതാൻ. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടതാണ് പഴയ ജന്മങ്ങൾ. ഭഗവാനെ സേവിച്ചിരുന്ന ആൾക്കാരാണ്, ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പൊ ഈ ജീവിതത്തിൽ ഈ ജന്മത്തിൽ അവർക്ക് ഈ സൗഭാഗ്യം കിട്ടുന്നത് എന്ന് വേണം ചിന്തിക്കാൻ. നമ്മൾ അത് ചെയ്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ കടന്ന് കഷ്ടപ്പെടുന്നത് അല്ലെ. നമ്മൾ ദുഷ്ടത്തരങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷമങ്ങൾ നമുക്കിപ്പോ വന്ന് ഭവിച്ചിരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാതെ ആരെങ്കിലും കാണുമ്പോൾ നമുക്ക് അസൂയല്ല തോന്നുന്നത്. ഒരു കാര്യവും പറ്റും അല്ലെ. ഭഗവാൻ അവർക്ക് അങ്ങനെ, പ്രകൃതി അവർക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെയുള്ള ജന്മങ്ങൾ, പൂർവ്വജന്മങ്ങൾ അവരത്രയും നല്ല പ്രവൃത്തികൾ ചെയ്തു, അവരത്രയും പുണ്യങ്ങൾ ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ മുഖം അങ്ങനെ ഇരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് അവർക്ക് ഈ സൗഭാഗ്യം കിട്ടുന്നത് അല്ലെ. തീർച്ചയായിട്ടും ഏതൊക്കെയോ ജന്മങ്ങളില്, കോടാനുകോടി ജന്മങ്ങളില് അവർ ആർജിച്ച പുണ്യമാണ് അവർക്ക് ഈ ജന്മം കിട്ടുന്നത്. കോടാനുകോടി ജന്മങ്ങളായി നമ്മൾ ആർജിച്ച അല്ലെ ദുഷ്ടഫലങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് അല്ലെ. പക്ഷെ ഇതെല്ലാം തന്നെ ഭൗതികമാണ്. അവ വിധിക്കപ്പെട്ടവയാണ്. പുണ്യകർമ്മങ്ങൾ കൊണ്ടോ ദുഷ്ടപ്രവൃത്തികൾ കൊണ്ടോ നമുക്ക് എന്ത് ലഭിച്ചാലും അത് നമുക്ക് മാറ്റാൻ കഴിയില്ല, അത് സാധ്യമല്ല. എന്നാൽ കൃഷ്ണാബോധം കൊണ്ട് നമ്മുടെ സ്ഥാനം, ഈ ഭൗതിക സ്ഥാനം മാറ്റാൻ കഴിയും. അത് നമുക്ക് മാറ്റാൻ കഴിയും. മറ്റു കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും അല്ലെ. നിങ്ങൾ വെളുത്തവനാണെങ്കിൽ നമുക്ക് കറുത്തവനാകാൻ കഴിയും, അല്ലെങ്കിൽ നമ്മൾ കറുത്തവനാണെങ്കിൽ നമുക്ക് വെളുത്തവനാകാൻ കഴിയും. അത് സാധ്യമല്ല. പക്ഷേ നമുക്ക് ഒന്നാന്തരം കൃഷ്ണാബോധമുള്ള വ്യക്തിയാകാൻ കഴിയും. അതല്ലേ നമുക്ക് വേണ്ടത് അല്ലെ. നമ്മൾ കറുത്തവനായാലും വെളുത്തവനായാലും അത് പ്രശ്നമേ അല്ല. അതാണ് കൃഷ്ണാബോധം എന്ന് പറയുന്നത്. അവിടെ വെളുപ്പോ സമ്പന്നനോ ദരിദ്രനോ യാതൊരു വ്യത്യാസമില്ല. അപ്പൊ നമ്മളെ ശ്രമം എന്താണ്? കൃഷ്ണാബോധമുള്ളവനാവുക. അതാണ് നമ്മുടെ ശ്രമം അല്ലെ. നമുക്ക് മാറ്റാൻ കഴിയാത്ത മറ്റു കാര്യങ്ങൾ ഇത് സാധ്യമല്ല. സർവത്ര തസ്യൈവ ഹേതോ പ്രയതേത കോവിദോ ന ലഭ്യതേ യദ് ബ്രഹ്മതാം ഉപരി യഥാ തല്ലഭ്യതേ ദുഃഖവാത് അന്യഥാ സുഖം കാലേന സർവത്ര ഗഭീര രംഹാസം അല്ലെ. ആരും എന്തോ പറഞ്ഞു.
കാലേന കാലക്രമേണ നമുക്ക് വിധിക്കപ്പെട്ടതെന്തും നമുക്ക് ലഭിക്കും. സാമ്പത്തിക വികസനം എന്ന് വിളിക്കപ്പെടുന്നതിനെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് നോക്കി ഇങ്ങനെ വായി തുറന്നിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതൊക്കെ വരേണ്ട സമയത്ത് വരും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭഗവാൻ അത് നൽകും. അല്ലെ? ഏകോ ബഹുനാം യോ വിദധാതി കാമാൻ. പൂച്ചകളും നായ്ക്കളും ഉറുമ്പുകളും പോലും അല്ലെ, അവരെന്തെങ്കിലും സമ്പാദിച്ചു വയ്ക്കുന്നുണ്ടോ? അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അവർക്കെല്ലാം ഭഗവാൻ കൊടുക്കുന്നില്ലേ അവർക്ക് വേണ്ടതെല്ലാം? അതുപോലെ തന്നെ നമുക്കും ഭഗവാൻ നമുക്ക് ആവശ്യമുള്ളതല്ലേ നമുക്ക് എത്തിക്കും. അല്ലെ? എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല? ഭഗവാനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈശ്വര, ഭഗവാനെ നമുക്ക് നമ്മുടെ ദൈനംദിന അപ്പം തരൂ എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഭഗവാൻ അറിഞ്ഞു തന്നോളൂ. നമ്മൾ അവിടെ പോയി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെ? നമ്മൾ അതിനു വേണ്ടി വിഷമിക്കേണ്ട ആവശ്യം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ, ഈശ്വരന്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള ദാസനാകാൻ ശ്രമിക്കുക. അല്ലെ? അത് മാത്രമല്ല, നമുക്കെല്ലാം ഈശ്വരൻ തന്നിട്ടുണ്ട്. പക്ഷെ തന്നതിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ഓർമ്മയില്ല, അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ സേവിക്കാൻ മാത്രം. അല്ലെ? ഈ ആരോഗ്യം മുഴുവൻ നമ്മൾ ഭഗവാനെ സേവിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അല്ലെ? ഇത് വളരെ അത്യാവശ്യം. അതാണ് കൃഷ്ണ. അല്ലെ? നമ്മള് ഭഗവാനിൽ നിന്ന് നിരവധി ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ജന്മമെങ്കിലും ഞാൻ ഭഗവാന് വേണ്ടി അർപ്പിക്കട്ടെ. ഇതാണ് കൃഷ്ണാർപ്പണം. മറ്റൊരു ചിന്ത എനിക്ക് വേണം. അല്ലെ? ഞാൻ പൂച്ചകളെ നായ്ക്കളെ പോലെ വെറുതെ ഈ ജന്മം വെറുതെ പാഴാക്കാൻ താല്പര്യപ്പെടുന്നു. കൃഷ്ണാബോധത്തിനായി ഞാൻ ഇത് വിനിയോഗിക്കട്ടെ. ഇതാണ് കൃഷ്ണാബോധം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതൊരൊറ്റ കാര്യമാണ്. അപ്പൊ എന്താണ്? കൃഷ്ണാബോധത്തിലിരിക്കുക. നമുക്ക് എല്ലാം കിട്ടും. നമുക്ക് ആവശ്യമുള്ള എല്ലാം ഭഗവാൻ നമുക്ക് തരുമെന്ന് പറയും. നമ്മൾ ഒന്നിനും വിഷമിക്കേണ്ട ആവശ്യം. നമുക്ക് വറീസാണ്. എന്താണ്? നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ഭഗവാൻ നമ്മളെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലേ? നമ്മൾ ഒന്നിനും വിഷമിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. വളരെ സന്തോഷമായിട്ട് ജപിക്കുക. അല്ലെ? ഭഗവാന്റെ സേവ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. അല്ലെ? ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈവ കേവലം കലോ നാസ്തിവ 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 ഗതിരൻ. വീണ്ടും ഓർമ്മിക്കണം. അല്ലെ? നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, എങ്കിലേ നമ്മുടെ മനസ്സിലേക്ക് കയറൂ. അല്ലെ? പണ്ടൊക്കെ നമ്മള് ഒരു വൈഷ്ണവൻ അല്ലെങ്കിൽ ഒരു ഭക്തനെ കാണുമ്പോൾ നമ്മള് തൊഴും, നമസ്കരിക്കും. അല്ലെ? കുറെ കാലം കഴിയുമ്പോഴത്തേന് അതൊക്കെ എന്തിനാണ് എന്ന ഒരു തോന്നൽ വരും. അപ്പൊ എന്താണ്? നമുക്കൊരു ഇച്ചിരി അഹങ്കാരം വന്നു എന്ന് പറഞ്ഞു. നമ്മളൊരു വലിയ ഒന്നൊന്നര ഭക്തനായി. ഇനിയിപ്പോ നമ്മൾ ആരെയും തൊഴേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി ആരുടെയും ഇതൊന്നും നമുക്ക് വേണ്ടാന്ന് തോന്നും. അല്ലേ? ഈ ഗുരുമരായി പറഞ്ഞ ഒരു കാര്യമാണ് ജയപ്രകാശ് സ്വാമി. അദ്ദേഹം പറഞ്ഞത്, നമ്മള് കുറെ ഇടപഴകുമ്പോൾ, ഗുരുമരായനോട് തന്നെ നമ്മൾ കുറെ ഇടപഴകുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്, കൂടെ ഇരുന്നാലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നും. അല്ലേ? അത് നമ്മുടെ മന്ദബുദ്ധിയോട് തോന്നിയതാണ്. ഒരിക്കലും തോന്നാൻ പാടില്ല. അവരെങ്ങനെയാണ്? അവര് വളരെയധികം സോഷ്യലായിട്ട് നമ്മളെ അടുത്ത് വളരെയധികം ഇഷ്ടത്തോടു കൂടി, നമ്മളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളോട് പ്രിയമുള്ളതുകൊണ്ടാണ്, നമ്മൾ ഭഗവാനെ സേവിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ ഭഗവാന്റെ നാമം പറയുന്നതുകൊണ്ടാണ് അവർക്ക് നമ്മളോട് അത്ര ഇഷ്ടം. ആ ഇഷ്ടത്തോടു കൂടി നമ്മളോട് സംസാരിച്ചു എന്ന് വരും. അല്ലെ? ചിലപ്പോൾ നമ്മുടെ തോളിൽ കൈയിട്ടെന്ന് വരും. എന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഈക്വൽ ആണെന്ന് വിചാരിക്കാനേ പാടില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും നമ്മുടെ സീനിയേഴ്സിന് നമ്മള് വളരെയധികം ബഹുമാനിക്കണം. അല്ലെ? ആ ബഹുമാനത്തിന് ഒരു കോട്ടവും തട്ടാൻ പാടില്ല. കാരണം അവരെങ്ങനെയാണ് സീനിയേഴ്സ് ആയത്? അവര് നമ്മളെക്കാളും ഒരുപാട് ജപിച്ചിട്ടുള്ളവരാണ്. അവർ ഒരുപാട് ഭഗവാന് സേവ ചെയ്തിട്ടുള്ളവരാണ്. അവർക്ക് അത്രയും പുണ്യം ആർജിച്ചതുകൊണ്ടാണ് അവർ സീനിയറായത്. ആ സീനിയേഴ്സിനെ നമ്മൾ നമിക്കുമ്പോൾ, അല്ലെ, നമ്മൾ നമസ്കരിക്കുമ്പോൾ അവരുടെ ആ ഒരു ആ ഒരു ഇതും കൂടെ നമുക്ക് കിട്ടുക, ആശീർവാദം നമുക്ക് കിട്ടുക. അല്ലെ? അവരുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു മേഴ്സി നമുക്കും കൂടെ കിട്ടുകയാണ്. അല്ലെ? അപ്പൊ നമുക്ക് അത്രയും കൃഷ്ണാബോധമാണ് വരുന്നത്, അത്രയും പുണ്യമാണ് നമുക്ക് വരുന്നത്. അത് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ. നമ്മുടെ മനസ്സിൽ എപ്പോഴാണ് ഈ അഹങ്കാരം കയറി വരുന്നത് നമുക്ക് അറിയാനേ പറ്റില്ല. അത് നമുക്ക് തൂക്കി നോക്കാനോ അളന്നു നോക്കാനോ പറ്റത്തില്ല. നമ്മൾ എപ്പോഴാണ് പിന്നെ അറിയുന്നതെന്ന് വെച്ചാൽ വളരെ താഴ്ചയുള്ള ഒരു കുഴിയിലേക്ക്, അഗാധത്തിലേക്ക് വീണ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിയുള്ളൂ. അയ്യോ, ഞാനിപ്പോ ഇവിടെയാ, അയ്യോ അയ്യോ ഞാൻ എന്തായിരുന്നു, ഞാനിപ്പോ എന്തായി എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കി അറിയാൻ പറ്റും. എന്തുകൊണ്ട്? ബിക്കോസ് ദീസ് ആർ സം ഓഫ് ദ റീസൺസ്. അല്ലെ?
പ്രഭുപാദ് എപ്പോഴും പറയുന്നതാണ്, എന്താണ്, വൈഷ്ണവ അപരാധം ചെയ്യരുതേ, ചെയ്യരുതേ, ചെയ്യരുത്. നമ്മൾ അറിയാതെ പലതും ചെയ്തു പോകുന്നു. ചിലപ്പോൾ നമ്മൾ കളിയാക്കാറുണ്ട് പലരും, അല്ലെ? അതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല. അവരെ നമ്മളെ നോക്കി ചിരിക്കുമെങ്കിലും ഭഗവാൻ നമ്മളെ വെറുതെ വിടും. ഭഗവാന്റെ ഭക്തനെ ആരും പിച്ചു പോകുന്നു പറയുന്നത്, അല്ലെങ്കിൽ നോവിക്കുന്നത്, അല്ലെങ്കിൽ അവഹേളിക്കുന്നത് ഭഗവാൻ സഹിക്കുകയില്ല. വേറെ എന്തും സഹിക്കും. ഭഗവാൻ രണ്ട് ചീത്ത പറഞ്ഞോ, ഭഗവാൻ ഒരു കുഴപ്പമില്ല. ഭഗവാൻ ഒരു കുഴപ്പമില്ല. ഭഗവാൻ ഒന്നും വിചാരിക്കില്ല. നേരെ മറിച്ച് ഭഗവാന്റെ ഭക്തനെ തൊട്ട് കഴിഞ്ഞാൽ ഭഗവാൻ വെറുതെ വിടാൻ മാട്ടെ. ഭഗവാൻ ആണ് പ്രതികരിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃഷ്ണാബോധത്തിലിരിക്കുക. മറ്റുള്ള എല്ലാവരെയും നമ്മൾ എന്താണ് റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. അവർക്ക് വേണ്ട സ്ഥാനങ്ങൾ നമ്മൾ കൊടുക്കുക, അല്ലെ? അവരെ കാണുമ്പോൾ നമസ്കരിക്കാൻ ശ്രമിക്കുക, ഹരികൃഷ്ണൻ പറയാൻ ശ്രമിക്കുക. അവർ പറഞ്ഞോ ഇല്ലയോ, തിരിച്ചു പറഞ്ഞോ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? മാനദേന, അല്ലെ? മാനം കൊടുക്കുക, അങ്ങോട്ട് മാനിക്കുക. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാനിക്കുക. നമ്മള് ഒരാൾ പറഞ്ഞാണ്, ഞാൻ ഒരു ദിവസം അങ്ങനെ ലുലു മാലിലെ കണ്ടപ്പോ ഒരാളെ കണ്ടു. അദ്ദേഹം ഒരു 7 കൊല്ലം മുമ്പേ, അല്ല, ഒരു 3-4 കൊല്ലം മുമ്പേ വന്നിട്ടുള്ള ആളാണ് അമ്പലത്തിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, എന്താ ഇപ്പൊ വരാത്തതെന്ന് ചോദിച്ചപ്പോ, ഞാൻ ഒരു ദിവസം അമ്പലത്തിൽ വന്നു. അവിടെ ഒരു പ്രഭാതിന്റെ ഫ്രണ്ടിൽ ഒരു കസേരയിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു, അല്ലേ? അദ്ദേഹത്തിനെ നോക്കി ഞാൻ ഹരേകൃഷ്ണ പറഞ്ഞിട്ട് അദ്ദേഹം മിണ്ടിയില്ല, അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അദ്ദേഹം എന്നോട് തിരിച്ചു ഹരേകൃഷ്ണ പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ പിന്നെ അമ്പലത്തിലേക്ക് വന്നിട്ടേയില്ല. എനിക്ക് വരാൻ തോന്നുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ആർക്കാ നഷ്ടം? ഇതേക്കുറിച്ച് ഞാൻ പുള്ളിയോട് ചോദിച്ചു, അല്ലേ? ഇതുവരെയും പുള്ളി വന്നില്ല. പുള്ളിക്ക് ആ ഒരു വിരോധം ഇതുവരെ തീർന്നില്ല. നമ്മൾ ഒരിക്കലും അമാനീനമാനതേന കൃത്യനീയ സുധാകരി, നമ്മളെ നമിച്ചാലും തിരിച്ചു നമുക്ക് ആ റെസ്പെക്ട് കിട്ടിയാലും ഇല്ലേലും നമ്മൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ അത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ യാതൊരു അപരാധവും കൂടാതെ നമ്മള്, പ്രത്യേകിച്ച് വൈഷ്ണവ അപരാധം കൂടാതെ നമ്മള് കൃഷ്ണാബോധത്തിൽ നിലനിൽക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും നമ്മള് ഹരേകൃഷ്ണ മഹാമന്ത്രം പറയുക. ഈ സത്സംഗങ്ങളിൽ വളരെ അത്യാവശ്യമായിട്ട് പങ്കെടുക്കുക. ഈ സത്സംഗം നമുക്ക് നമ്മുടെ നമ്മുടെ ചോറാണ്, നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ ധൈര്യമാണ്, നമ്മുടെ ബാറ്ററിയാണ്, അല്ലെങ്കിൽ നമ്മളെ ചാർജറാണ്, നമ്മളെ ചാർജാണ്, അല്ലെ? ഈ സത്സംഗത്തിലൂടെയാണ് നമുക്ക് ആ ചാർജ് കിട്ടുന്നത്, അല്ലെ? അതിപ്പോ വെർച്വൽ ആണെങ്കിലും നേരിട്ടാണെങ്കിലും ആ സത്സംഗം നമുക്ക് ഒരുപാട് ചാർജ് തരുന്നു. അതിൽ നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശക്തി, ഊർജം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഹരേ കൃഷ്ണ. പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നമ്മളൊരു ഭക്തിഗാനം കീർത്തന അമ്പലത്തിൽ പാടുന്നു. അത് ഭഗവാന്റെ സേവനമാണോ? തീർച്ചയായിട്ടും ഭഗവാനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യല്ലേ? ആണോ? ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ ഇത് ഒരാളുടെ പറഞ്ഞപ്പം പറഞ്ഞു, ഭഗവാന്റെ സേവനമല്ല, വെളിയിലുള്ള ആളുകൾ കേൾക്കുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആവാൻ പാടില്ല മറിച്ച് നമ്മള് ശരിക്കും അത് പറഞ്ഞതിൽ ഒരു കാര്യം ഇല്ലാതില്ല. നമ്മൾ പാടുന്നത് ഭഗവാനെ കേൾപ്പിക്കാനല്ല. മറ്റുള്ളവരൊക്കെ ഞാനൊരു പാട്ടുകാരനാണെന്ന് പറയണം എന്ന് പറഞ്ഞിട്ടാണ് പാടുന്നത്. അങ്ങനെ പറയാൻ പറ്റും. നമ്മൾ പാടുന്നത് ഭഗവാനിൽ അർപ്പിച്ചിട്ടായിരിക്കും. നോ പ്രോബ്ലം. അതാണ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നിയത് ഭഗവാനെ അർപ്പിക്കലാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവര് പറഞ്ഞത് പിന്നെ പക്ഷിജാലങ്ങൾക്കും വെളിയിലുള്ള ജനങ്ങൾക്കും കേൾക്കുന്നതിന് വേണ്ടിയാണെന്ന്. പക്ഷിജാലങ്ങളും കേട്ടോട്ടെ, അവർക്ക് ഇച്ചിരി ഭക്തി വരുന്നെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ജനങ്ങൾ കേട്ടോട്ടെ, അവർക്ക് ഇച്ചിരി ഭക്തി വരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ഭഗവാനെ കുറിച്ചിട്ടല്ലേ പറയുന്നത്? ഇറ്റ്സ് വെരി വെരി എന്തായാലും സന്തോഷമായിട്ട് ചെയ്തു. ആരും ഒന്നും പറയും, ആരെങ്കിലും പറയണമെന്ന് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുക. ഭഗവാനെ, ഇത് നിനക്ക് വേണ്ടി ഞാൻ പാടുന്നതാ, ഇതൊന്ന് കേട്ടാലും അല്ലെങ്കിൽ ഇത് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട് വേണം പാടാനായിട്ട്. അതിൽ ഈണമുണ്ടോ, സ്വരമുണ്ടോ, ലയമുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യും. അത് നമ്മൾ തുടങ്ങുമ്പോഴേ ഓം സത് തത് സത് എന്ന് പറയും. പറഞ്ഞോളൂ. അതായത് ഭഗവാനിൽ അർപ്പിക്കുകയാണ്. ഓം തത്സത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മള് കീർത്തനം പാടി ആലപിച്ചാൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.